ശുഭാംശുവിന്റെ യാത്രയുടെ രണ്ടാമത്തെ ഘട്ടത്തിന്റെ ഏകദേശം ഒടുക്കമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ലാച്ചസ് തുറന്നിട്ട് ഒരു മർദ്ദം ക്രമീകരിച്ച് താപവും ക്രമീകരിച്ച് അവർക്ക് അകത്തേക്ക് കടക്കാനാകും. നമുക്കറിയാം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സഞ്ചരിക്കുന്ന പരീക്ഷണശാലയാണ്. 400 കിലോമീറ്റർ ഉയരത്തിൽ ഓരോ 90 മിനിറ്റ് കൂടുമ്പോഴും ഭൂമിയെ ചുറ്റുന്ന ഒരു പരീക്ഷണശാലയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഭൂമിയിൽ നിന്നും വിഭിന്നമായിട്ട് അവിടെ ഗ്രാവിറ്റി ഇല്ല. 90% ഗ്രാവിറ്റിയാണ് സ്പേസ് സ്റ്റേഷൻ അനുഭവിക്കുന്നത്. പക്ഷെ ഉള്ളിൽ മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്രീ ഫോളിലാണ് എല്ലാം ഉള്ളത്. അപ്പൊ അതായത് തുടർച്ചയായിട്ട് ഭൂമിയിലേക്ക് വീടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫ്രീ ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷെ അതുകൊണ്ട് അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിന് ത്രസ്റ്റേഴ്സ് ഉണ്ട്, ആ വേഗതയുണ്ട്. 28,000 km/h സഞ്ചരിക്കുന്നതുകൊണ്ട് അത് ആ ട്രജക്ടറിയിലൂടെ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതാണ് ആ ഭ്രമണപഥത്തിലൂടെ. ഇപ്പോ ശുഭാംശുവിന്റെ 14 ദിവസത്തെ ആ യാത്രയിൽ ധാരാളം പരീക്ഷണങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് മൈക്രോഗ്രാവിറ്റി ലിങ്ക് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. അതായത് മൈക്രോഗ്രാവിറ്റി എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണമാണ്. അതെന്തുകൊണ്ടെന്നാൽ മസിൽ പേശികൾക്ക് ബലക്കുറവുണ്ടാവും. ഇത്തരത്തിലുള്ള ഗ്രാവിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കുമ്പോൾ പേശികൾക്ക് ബലക്കുറവുണ്ടാവും. കാരണം പേശികളുടെ ഉപയോഗം കുറയുന്നു. അപ്പോൾ ഒരാഴ്ച പോലും നമ്മൾ പേശികൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരാഴ്ച കിടപ്പിലായാൽ തന്നെ നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വളരെയധികം കാലം ഇതുപോലെ സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് പേശികൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നത്, അത് പുനരുജ്ജീവിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഭൂമിയിൽ ഇതുപോലെ പേശിക്ഷയം സംഭവിച്ച് കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള ഈ പേശി സംബന്ധമായിട്ടുള്ള ബലക്ഷയമുള്ളവർ, പിന്നെ ജന്മനാ തന്നെ ഈ രീതിയിലുള്ള പേശികൾക്ക് ബലമില്ലാത്തവർ, അവർക്കൊക്കെ അത് പ്രയോജനപ്പെടും. അതിന്റെ ഒരു മൂലകോശ പരിശോധന, സ്റ്റെം സെൽ എക്സ്പെരിമെന്റും കൂടെ അവിടെ നടത്തുന്നുണ്ട്, അതിന്റെ ഭാഗങ്ങൾ. അടുത്തതായിട്ട് മൈക്രോ ആൽഗയും മൈക്രോ ഗ്രീൻസിന്റെയും വളർച്ചയാണ്. മൈക്രോ ആൽഗ എന്ന് പറയുമ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറിയ സസ്യങ്ങളാണ്, സൂക്ഷ്മ സസ്യങ്ങൾ. അവർക്ക് അവിടെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ അവിടെ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്പേസ് യാത്രികർക്ക് അവരുടെ സ്പേസ് ക്യാപ്സ്യൂളിൽ അല്ലെങ്കിൽ സ്പേസ് ലാബിൽ തന്നെ ഇത്തരത്തിലുള്ള മൈക്രോ ആൽഗയും മൈക്രോ ഗ്രീൻസും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരുടെ ആഹാരാവശ്യങ്ങൾക്കായിട്ട് എടുക്കാം. നമുക്കറിയാം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ് മൈക്രോ ആൽഗ എന്നൊക്കെ പറയുന്നത്, മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും അവർക്ക് ഓക്സിജനും കിട്ടും. നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അത് വലിച്ചെടുത്താണ് അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. അത് നമുക്ക് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ പ്രകൃതിയുടെ ഗിഫ്റ്റാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ. അത് അവിടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നീടുള്ള പരീക്ഷണം എന്ന് പറയുന്നത് വിത്തിനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെള്ളായണിയിലെ വിത്തിനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ISS-ഉം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും അതിന് ഭാഗമാകുന്നെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് അവിടെ പോയി ഈ വിത്തിനങ്ങൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അതിന് ഭൂമിയിൽ കൊണ്ടുവന്ന് അത് കിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനം ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു നിരീക്ഷണം കൂടി സാധ്യമാകുന്നുണ്ട്. അപ്പൊ അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കായിട്ടുള്ള ആദ്യഘട്ടങ്ങൾ ശുഭാംശു പൂർത്തിയാകും. പിന്നീട് അവിടെ ഉള്ള മറ്റ് 2 പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുള്ള അസ്ട്രോനോട്ട്സ്, അവർക്കും പരീക്ഷണങ്ങൾ നടത്താനുണ്ട്. ഏകദേശം 60ഓളം പരീക്ഷണങ്ങളാണ് ഈ ഒരു ദൗത്യത്തിൽ അവർ നിർവഹിക്കാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു 23 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ അവിടെ ISS-ൽ നടക്കുന്നുണ്ട്. ഇതുവരെ 4000 പരീക്ഷണങ്ങൾ ISS-ൽ നടന്നിട്ടുണ്ട്. 361ഓളം പ്രമുഖമായ പ്രധാനപ്പെട്ട ശാസ്ത്ര പ്രബന്ധങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കാനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങൾ, ഈ ശാസ്ത്രമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടുത്തെ ലാബോറട്ടറികൾക്കും ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ ധാരാളം പ്രയോജനങ്ങൾ ചെയ്യും. മാനവരാശിക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഉപകരണങ്ങളും അതിന്റെ ഘടകങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്. നമ്മളിപ്പോ ഇന്നലെ സംസാരിച്ചതുപോലെ ഇതൊരു ലോ എർത്ത് ഓർബിറ്റ് എക്കോണമിയുടെ തുടക്കമാണ്, പുതിയൊരു സമ്പദ് വ്യവസ്ഥയുടെ തുടക്കമാണ്. അതിലേക്ക് ഇന്ത്യ കാലെടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ കമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിലാണ് ഇപ്പോൾ ശുഭാംശു പോയിരിക്കുന്നത്. അതിന് 550 കോടി രൂപ ചെലവുണ്ട്. അതൊരു നിക്ഷേപമായിട്ട് നമുക്ക് കരുതണം. കാരണം ഈ ലോ എർത്ത് ഓർബിറ്റ് എക്കോണമിയിലേക്കുള്ള ഇന്ത്യയുടെ നിക്ഷേപമായിട്ടാണ് കരുതേണ്ടത്. അതിന്റെ ആദ്യഘട്ടമാണ് ശുഭാംശുവിന്റെ യാത്ര. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗഗൻയാന്റെ യാത്രയാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ പിന്നീടുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, പിന്നെ ലൂണാർ സ്റ്റേഷൻ, ലൂണാർ മോഡ്യൂൾ, അങ്ങനെ ലൂണാർ റോവർ, പിന്നെ മാർസ് എക്സ്പ്ലോറേഷൻ, അങ്ങനെയുള്ള ഘട്ടങ്ങളാണ്. ഇതുപോലെ ഈ കോളനികളും മെയ്ഡ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞ് ഒരു ലേബലുള്ള വസ്തുക്കൾ നിർമ്മിക്കാനും ഒക്കെ
ഉള്ളൊരു കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അത്തരമൊരു സമ്പദ് വ്യവസ്ഥയുടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പല രാജ്യങ്ങളും അവർക്ക് പല ഘട്ടങ്ങളിലും ഈ സമ്പദ് വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ന്യൂ സ്പേസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ISROയുടെ മറ്റൊരു വിങ്ങാണത്. അവര് ഇതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ലോഞ്ചുകൾ നടത്തുന്നുണ്ട് ഉപഗ്രഹങ്ങളുടെ. അത് നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. നല്ല നൂറുകണക്കിന് കോടി രൂപ അതിൽ നിന്നും വരുമാനമുണ്ട്. അത് വിപുലപ്പെടുത്താനുള്ള അവസരമാണ്. അപ്പൊ നമുക്ക് ഓരോ ഗവൺമെന്റും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കൊളാബറേഷൻ വേണം. സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതുപോലെ സ്പേസ് എക്സ്, സ്റ്റാർലൈനർ, അതുപോലെയുള്ള ജെഫ് ബെസോസിന്റെ ഒന്നുണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ പറഞ്ഞു. അത് പിന്നെ സ്വകാര്യ സംരംഭങ്ങൾ ധാരാളം ഉണ്ട് ലോകമെമ്പാടും. അവരൊക്കെ ഇതിലേക്ക് ആക്റ്റീവ് സ്പേസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇതിലേക്ക് വരികയും ഇന്ത്യയിലും ഇതുപോലുള്ള പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ ഉപഗ്രഹം നിർമ്മിക്കാനും റോക്കറ്റ് നിർമ്മിക്കാനും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ലാർസൺ ആൻഡ് ട്യൂബ്രോ, ഗോദ്രേജ് പോലെയുള്ള അവരൊക്കെ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നതുണ്ട്. ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ വരും. തൊഴിൽ സാധ്യതകൾ കൂടും. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഈ ഒരു മേഖല കൂടി ആ മേഖലയിലേക്ക് കൂടി നമ്മൾ കടക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ഗഗൻയാന്റെ ഒരു തുടക്കം ആയിട്ടുണ്ട്. അതിന്റെ ഒരു പൈലറ്റ് കൂടെ ആണല്ലോ നമ്മുടെ ഇദ്ദേഹം ശുഭാംശു. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്. അദ്ദേഹം തിരികെ വരുമ്പോൾ അനേകം വിവരങ്ങളുമായിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഗഗൻയാന് വേണ്ടി പ്രയോജനപ്പെടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.